റിലേഷൻ ബിറ്റ്വീൻ ജെ, സിഗ്മ ആൻഡ് ഇ. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമാണ്. ഈ മൂന്ന് പേരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടോ? അതാണ് നമ്മുടെ ടോപ്പിക്, റിലേഷൻ ബിറ്റ്വീൻ ജെ, സിഗ്മ ആൻഡ് ഇ. ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഡിറൈവ് ചെയ്യുന്നതിനായി നമ്മൾ മുൻപേ പഠിച്ച 1-2 ഇക്വേഷൻസിനെ നമ്മൾ തിരിച്ചു വിളിക്കുക. വി ഈസ് ഈക്വൽ ടു ഐ ആർ. അതായത് ഓംസ് ലോ അനുസരിച്ച് നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു ഐ ആർ. മുമ്പേ പഠിച്ചുള്ളൊരു ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ വി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു എൽ എന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. ആദ്യത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷനെയും ഈ ഒരു ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ എൽ ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതാൻ സാധിക്കും. കാരണം രണ്ട് ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. ഇ എൽ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇ എൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ഐ ഇൻറ്റു റെസിസ്റ്റൻസിന് പകരം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു ഇക്വേഷനാണ് റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ഇതിൽ നോക്കിക്കോളൂ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എൽ ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു എൽ ഉണ്ട്. രണ്ട് എല്ലിനെയും നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് വരിക ഐ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ എ ആണ്. റൈറ്റ് സൈഡിൽ ഐ റോ ഡിവൈഡഡ് ബൈ എ നമുക്ക് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ ഇ മാത്രമേ കിട്ടുകയുള്ളൂ. ഇ ഈസ് ഈക്വൽ ടു ഐ റോ ഡിവൈഡഡ് ബൈ എ. പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഐ ഡിവൈഡഡ് ബൈ എ ആണ്. അങ്ങനെയെങ്കിൽ ഐ ബൈ എ എന്ന് പറയുന്ന ടേമിന് പകരം എന്ത് എഴുതാം? ജെ എഴുതാം. ജെ ഇൻറ്റു റോ. ഇ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു റോ. ഇനി തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, സിഗ്മ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റോ. അതായത് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. സിഗ്മ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റോ. അല്ലെങ്കിൽ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റിയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റിയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ എന്ത് എഴുതാം? റോ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് എഴുതാനായി സാധിക്കും. ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്. റെസിസ്റ്റിവിറ്റിക്ക് പകരം 1 ബൈ സിഗ്മ എന്ന് എഴുതാം. ഇ ഈസ് ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ എന്ന് പറയുന്ന ടൈമിനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു ജെ ഓർ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. നമ്മുടെ ഹെഡിങ് ഇതായിരുന്നു, റിലേഷൻ ബിറ്റ്വീൻ ജെ, സിഗ്മ ആൻഡ് ഇ. ആ മൂന്ന് ടേമുകളും ഈ ഒരു ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമാണ്. മൂന്ന് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. ഈ ഒരു റിലേഷൻഷിപ്പിനെ അതല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ.